പറ്റില്ല എന്ന് പറയരുത്. സ്വാമിയെ കൂട്ടി പൂജയ്ക്ക് ചെല്ലാമെന്ന് ഞാൻ ഏറ്റുപോയി. മുത്തച്ഛൻ കൂടി പറഞ്ഞോണ്ടാ പൂജയ്ക്കുള്ള ഏർപ്പാടാക്കിയത്. എന്താ മാമ്പിളിയുടെ അഭിപ്രായം? അഭിപ്രായം പറയാൻ ഞാൻ ആരുമല്ല. ഏതായാലും ബാലഗോപാലൻ ആദ്യമായിട്ട് പറഞ്ഞൊരു ആഗ്രഹമല്ലേ. വൈദ്യരുടെ അഭിപ്രായം അത് തന്നെ. ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കാണ്, സ്വാമി വരണം. സ്വാമിയിൽ വിശ്വാസമുള്ള ഒരു ഭക്തന്റെ ആത്മാർത്ഥമായ അപേക്ഷയാണ്, ഉപേക്ഷിക്കരുത്. ഏതായാലും പൂജ നടക്കുന്ന സ്ഥലം വരെ ഒന്ന് പോവുക. ശരി, ബാലഗോപാലന്റെ പൂജയ്ക്ക് നാം വരാം. എന്നാ നീ പോയി വേഗം കാറുമായി വരിക. സാമ്യം പരികർമ്മ്യം ഒന്നും കൂടെ അറിഞ്ഞാലും നല്ല സീനറി. ഇതേതാ സ്ഥലം? ഇതൊരു പുണ്യസ്ഥലം. ഇതാണ് നാറാണത്ത് പ്രാന്തൻ ജനിച്ച സ്ഥലം. ആരേണ ഇത്? അദ്ദേഹത്തിന്റെ വീടാണോ? അല്ല, ഇത് അദ്ദേഹത്തിന്റെ ഗസ്റ്റ് ഹൗസാ. അല്ല, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പാണ് ഇവിടെ താമസിച്ചിരുന്നത് അതോ മരിച്ചതിന് ശേഷം? ഇവിടെ മനുഷ്യവാസമൊന്നുമില്ലേ? ഉണ്ടല്ലോ. എടാ എന്തപ്പാ ഓണം നടിച്ചറ. എല്ലാം ഭ്രാന്തന്മാരാണല്ലോ. നാറാണത്ത് ഭ്രാന്തന്റെ ഏരിയല്ലേ? ഇവരൊക്കെ ആരാണ്? അതൊക്കെ പിന്നെ പറയാം. അന്തപ്പാ നീ പൊക്കപ്പാ. കാറ് പോവാണോ? കാറ് പോയിട്ട് ആംബുലൻസ് വരും. വേറെ ഓട്ടം കാണും. മുത്തച്ഛനെ കുപ്പിയിലാക്കി കാർക്കിട്ട പോലെ ഈ ബാലഗോലാപനെ കുപ്പിയിലാക്കി കാർക്കിടാന്ന് കരുതല്ലേ? അടിച്ചു നിർത്തണ ഈ കള്ളസാന്മാരെ. അയ്യോ കൊല്ലല്ലേ, കറക്കല്ലേ, അയ്യോ അയ്യോ. നിന്റെ കാര്യം എന്താ ആണിയുണ്ടോ? അത് കൊടുത്തിട്ട് ആ ഉരുളിയും പാത്രങ്ങളൊക്കെ കലവറിലേക്ക് വെച്ചോളൂ കേട്ടോ. എത്തിയോ? ഞാൻ കരുതി പിന്നെയും മുങ്ങിന്ന്. എവിടെ മുങ്ങിയാലും എന്റെ വസുമതി ഇവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ ഇവിടെ തന്നെ പൊങ്ങും. ഇതെന്താ നെറ്റിയിലും താടിയിലും ഒക്കെ? എല്ലാം പ്രേമ സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കീർത്തി മുദ്രകളാണ്. ആ, വല്ലയിടത്തും കക്കാൻ കയറിയപ്പോ ആരെങ്കിലും പിടിച്ച് പെടച്ചിട്ടുണ്ടാവും. വസു, ചങ്കിക്കൊള്ളണ വർത്തമാനം പറയരുത്. വസുവിന്റെ മനസ്സിലല്ലാതെ വേറെ ഒരിടത്തും ഞാൻ ഇതുവരെ കക്കാൻ കയറിയിട്ടില്ല, അറിയോ? എന്ത്? എന്റെ മനസ്സിൽ കയറിയെന്നാ? അയ്യടാ, ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. ഇങ്ങനെ എത്ര പേരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നെ വിശ്വാസമല്ല അല്ലേ? പൂയിലിക്കാരനല്ലേ? പൂയില്ലയോ? വേണ്ട, പാവത്തൊന്നും കാണിക്കണ്ട. അസുര ജന്മല്ലേ, ഉള്ളിലിരിപ്പ് എന്താന്ന് എനിക്കറിയാം. എന്റെ ഉള്ളിൽ ഒരു ചിന്ത ഇരിപ്പുള്ളൂ, നമ്മുടെ കല്യാണം. ഇത് കണ്ടോ, ഞാൻ വസുവിന് വേണ്ടി വാങ്ങിയതാ, മെയ്ഡ് ഇൻ ഇന്ത്യ. 4 ആളെ വിളിച്ചുകൂട്ടി നിശ്ചയം നടത്താൻ ഒരു സ്വർണ്ണ മോതിരം വാങ്ങാനായിരുന്നു മോഹം. പക്ഷെ പൈസ തികഞ്ഞില്ല. വിളിക്ക, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വസുമതിയുടെ കയ്യിൽ ഞാൻ ഈ മുദ്ര വളകൾ അണിയിക്കും. വസുമതിയായിട്ട് ബന്ധപ്പെട്ട എല്ലാരും വിളിക്ക. വേണ്ടതിന് പറയരുത്, ഞാൻ ഇതുവരെ ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. അയ്യോ, ആ ബന്ധമല്ല, ബ്ലഡ് റിലേഷൻ. എന്ത് ബന്ധമായാലും എനിക്കിതൊന്നും വേണ്ട. അയ്യോ, അങ്ങനെ പറയല്ലേ. ചുമ്മാ മിണ്ടത് പോകുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാനിപ്പോ ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പോണെന്ന് പറയല്ലേ വസു. ആർക്കാ പ്രേമ ചെമ്പരത്തിപ്പൂ?
അത് പിന്നെ പൂജയ്ക്ക് അല്ല സ്വാമിക്ക് കുറച്ച് ചെമ്പരത്തിപ്പൂ വേണമെന്ന് പറയായിരുന്നു. അതിനെന്തിനാ വസുമതിയെ ബുദ്ധിമുട്ടിപ്പിക്കണേ? അതെ. ആതിരോട് പറഞ്ഞാലും കൊണ്ടു തരായിരുന്നല്ലോ. അല്ല, ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കാം. ആതിരേ, എന്താ അച്ഛമ്മേ? സ്വാമിക്ക് കുറച്ച് ചെമ്പരത്തിപ്പ് പറിച്ചു കൊടുക്കൂ. പ്രേമം പൊയ്ക്കോളൂ, കുട്ടി കൊണ്ടു തരും. പൊയ്ക്കോളൂ. എന്റെ തലയിൽ ചെമ്പരത്തിപ്പൂ പ്രേമ. വരുന്നു. ഇനി കാർ ഇവിടെ ഇല്ലാന്ന് വെച്ചാൽ ഞാൻ ടാക്സി വിളിച്ചു തരാം. പറയാതെങ്ങും പോകല്ലേ സ്വാമി. ആത്മീയ വിളി എപ്പോഴാണ് എങ്ങോട്ടാണ് എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. എങ്ങോട്ടായാലും ഹോമം പൂർത്തിയായിട്ടേ അവിടുന്ന് പോകാവുന്നൊരു അപേക്ഷയുണ്ട്. ഇയാളുടെ മുഖത്തുണ്ടേ കരിവാളിച്ച് കിടക്കുന്നത് കർമ്മദോഷം തീർന്നില്ല എന്നുണ്ടോ? നോം പറഞ്ഞിട്ടില്ലേ പോയില്ലും തന്നെ. ഓ ഉം. ശിവ ശിവ. മകളി പ്രിയ, ഇനി എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. എനിക്കിപ്പോ അറിയണം എന്താണ് ഈ പൂല്യം. പറയടാ. അതെ, രാജയോഗത്തിന് പകരമുള്ള ഒരു യോഗ. രാജയോഗത്തിന് പകരമുള്ള യോഗോ? ഈശ്വര, ഇത് നേരത്തെ പറയണ്ടേ? സ്വാമി സ്വാമി സ്വാമി. ഇത്രയും മതിയോ സ്വാമി? ഇത്രയും മതിയാവോ സ്വാമി? സ്വാമിയുടെ മുഖം കണ്ടറിയാം മതിയാവില്ല, കുറച്ചുകൂടെ വേണ്ടി വരും. എന്ന് ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ആർക്കായി ചെമ്പരത്തിപ്പൂ? ചെമ്പരത്തിപ്പൂ ഭ്രാന്തിന്റെ ചികിത്സയ്ക്ക് നല്ലതാണെന്ന പുതിയ കണ്ടുപിടുത്തം. ഇവിടെ ആർക്കാ ഭ്രാന്ത്? ഇപ്പൊ ആർക്കുമില്ല, നാളെ ആർക്കെങ്കിലും വന്നുകൂടുന്നില്ലല്ലോ. അതല്ലേ ഇവിടുത്തെ അവസ്ഥ. കൊണ്ട് കളഞ്ഞേക്കല്ലേ? കൊണ്ട് തലച്ചൂട്. ചെമ്പരത്യാത്മിനം ഭജഗോവിന്ദം ഹേവം. എന്തേ സ്വാമിക്ക് ഇഷ്ടായില്ലേ? ഇഷ്ടമായില്ലെന്നോ? ഭയങ്കര ഇഷ്ടമായി. ഇത് കൊണ്ടുപോയി തലയിൽ ചൂടാൻ പറഞ്ഞു. തലയിൽ ചൂടാനോ? ചെമ്പരത്തി പൂവോ? അതെ, ഓരോരുത്തരുടെ ഓരോ മോഹങ്ങളെ. പൂയം തൊട്ടൊരു മൂന്നും കെട്ട പൂയം തൊട്ടൊരു മൂന്നും കേട്ട മുതലഞ്ചേന ഹിതാരസ്ത്രയ. എന്തേ ഇങ്ങനെ ചൂടാനാണോ പറഞ്ഞത്? ഉം. ഇഷ്ടായോ? എന്നാ ഞാൻ പൊയ്ക്കോട്ടെ. പാവം വട്ടായെന്ന് തോന്നുന്നു. ഇനി ഇതിനും ഹോമം നടത്തേണ്ടി വരുമോ ഈശ്വരാ? ഒരു കണക്കിന് അവന്മാര് നമ്മളെ ബോംബെക്ക് വിട്ടത് നന്നായി. ഇല്ലെങ്കിൽ നമ്മൾ ബാലഗോപാലിനെ കണ്ടുമുട്ടില്ലായിരുന്നല്ലോ. എനിക്ക് നിങ്ങളെയും കിട്ടില്ലായിരുന്നല്ലോ. ഇതിന് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ഉർവശി ശാപം ഉപകാരമായെന്ന്. ഇത് മലയാളമല്ലേ? ഞാനത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മലയാളത്തിൽ പറഞ്ഞെന്നുള്ളൂ. എന്താ അടിച്ചു മാറ്റാൻ വല്ല ഉദ്ദേശമുണ്ടോ? കുറെ നേരമല്ലോ തേച്ച് വെളുപ്പിക്കുന്നു. ഇവിടെ വെളുപ്പിക്കാന്നുള്ളതാണല്ലോ നമ്മുടെ ഉദ്ദേശം. സ്വാമി. വിളിക്കാം. ദാ, സ്വാമി. മകളി അതങ്ങോട്ട് കൊടുക്ക. മധുരാണ്. പോയ കാര്യങ്ങളൊക്കെ ഭംഗിയായി. കല്യാണത്തിനുള്ള മുഹൂർത്തവും കുറിച്ചു. കല്യാണത്തിനോ? അപ്പൊ പെണ്ണ് കാണാൻ ചടങ്ങൊന്നുമില്ലേ? കുട്ടിയെ അവൻ നേരത്തെ കണ്ടിട്ടുണ്ടത്രേ. അനന്തം കോളേജിൽ ആതിരയുടെ മേജർ ആയിരുന്നു. അയ്യോ, അപ്പൊ പയ്യനെ പട്ടാളത്തിലാണോ ജോലി? എന്താ ഇത്? സീനിയർ എന്നാ മാമ്പള്ളി ഉദ്ദേശിച്ചത്. ഓ, ആ, അധികം പോക്കിനും വരവിനും സമയമില്ലാത്ത ആളാ. അവന്റെ അമ്മാവനോടൊന്ന് പറഞ്ഞപ്പോ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസമായില്ല. പക്ഷേ ചെന്ന് കണ്ടപ്പോ അതൊന്നും വെറുതെ അല്ലെന്ന് ബോധ്യായി. എന്താ മാമ്പള്ളി? അതെ, ആള് സ്ഥലത്തുണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ചെല്ലുമ്പോ ഡൽഹിക്ക് പുറപ്പെടാനുള്ള ഒരുക്കമായിരുന്നു. ഇനി വിവാഹത്തിന്റെ അന്ന് കാലത്തെയുള്ള വിമാനത്തിലെ തിരിച്ചു വരുള്ളൂന്നാ പറഞ്ഞ്. പാരമ്പര്യ ചടങ്ങുകളൊന്നും ഒഴിവാക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അവന്റെ സംസാരം കേട്ടപ്പോ ഞാനങ്ങ് സമ്മതിച്ചു. മിടുക്കനാ, ബഹുമിടുക്കൻ അല്ലേ മാമ്പള്ളി? അന്നേ സിറ്റിയിലെ ശ്രീവത്സം കല്യാണ മണ്ഡപത്തിൽ വെച്ചാ കല്യാണം. സെറ്റിയില്ലോ? അതെ, ഡൽഹിന്നോ ബോംബെന്നോ ഒക്കെ അവന്റെ ധാരാളം സുഹൃത്തുക്കൾ വരൂത്രേ. എല്ലാവരും കൂടി പട്ടിക്കാട്ടിലേക്ക് വരാൻച്ചാ ബുദ്ധിമുട്ടാവുന്നാ പറഞ്ഞത്. എന്തായാലും സ്വാമി കുറിച്ച മുഹൂർത്തത്തിന് വിവാഹം നിശ്ചയിച്ചു. അയ്യോ, അപ്പൊ അതിനി അധികം ദിവസമില്ലല്ലോ. എന്താ സ്വാമി, തീരുമാനം തെറ്റായോ? ഇല്ല, നന്നായി. എന്തായാലും വരൻ വിവാഹത്തിനെത്തൂലോ. എന്തേ? ഞാൻ എവിടെയൊക്കെ തിരക്കുന്നോ? 2 സ്വാമിമാരെ കാണാൻ വന്നിരിക്കണു. സ്വാമിമാരോ? മുത്തച്ഛനെ ആദ്യം തിരക്കിയത്. ഇല്ലാന്ന് പറഞ്ഞപ്പോ സ്വാമിയെ കാണാന്ന് പറഞ്ഞു. ആ, വന്നോളാം. അതിന് പൊക്കോളൂ. പ്രേമ,
പ്രേമ പ്രേമദാസ പ്രേമ എന്താ ഇത്? എന്താ നിനക്ക് പറ്റിയ എന്താടാ എന്താ വെച്ച പറയാന്ന് കാഷായ വേഷവും കെട്ടി ഇവിടെ സുഖിച്ച് കഴിയാനല്ല കഴിവറ മോനെ. ഞാൻ പറയുന്നത് കേക്ക്. നീ ഇനി ഒന്നും പറയണ്ട പുല്ലേ. അന്നേ ഞങ്ങൾ പറഞ്ഞില്ലടാ, ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. ആനന്ദന്റെ പേരും പറഞ്ഞ് നീ നിന്റെ കൂട്ടുകാരനും കൂടി ഞങ്ങളെ കുറെ ഓടിച്ചടാ. ഇനി നിന്നെ കൊല്ലാതെ വിടുന്ന പ്രശ്നമില്ല. സത്യം പറയടാ, ഉരുപ്പടികൾ എവിടെയാ ഒളിപ്പിച്ചിരിക്കുന്നത്? 2 ദിവസം സമയം എനിക്ക് തന്നു. എന്തിനാ ഇവിടെ നിന്ന് മുങ്ങാനോ? അവധി കുറെ തന്നതല്ലേ, ഇനി ഒരു മിനിറ്റ് പോലും നിനക്ക് തരുന്ന പ്രശ്നമില്ലടാ. സ്വർണ്ണം എടുത്തോടാ പൊട്ടി. ഞാൻ പറയുന്നത് കേക്ക്. അനന്തനെ കൊടുക്കാനുള്ള എല്ലാ കെണികളും ഞങ്ങൾ ഒരുക്കി വെച്ചിരിക്കുക. ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് പറയാണ്, 2 ദിവസം ഞാൻ ഇവിടെ വിട്ട് ഒരു സ്ഥലത്ത് പോകില്ല. അവൻ എത്തിക്കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ നിങ്ങളെ ഞാൻ അറിയിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ കൊന്നോ. കൊല്ലുവാ നിന്നെ. നിർത്തരാ. 2 ദിവസം കൂടി ഇവന് കൊടുത്തേക്കാവടാ. അണ്ണാ ഇവൻ ഓട്ടടാ. ഇത്രയും നാള് നമ്മൾ കാത്തില്ലേ, ഇനി 2 ദിവസം. ഞങ്ങളെ കളിപ്പിച്ചുകൊണ്ട് ഇവിടെ വിടാനാണ് ഉദ്ദേശമെങ്കിൽ നിന്റെ ശവം ഇവിടുന്ന് പോവുള്ളൂ. കേട്ടോ?